ഹലോ, എന്തെല്ലാണ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ല വെയിലാണ്, നല്ല ചൂടാണ്. സഹിക്കാൻ പറ്റാത്ത ചൂടിലേക്കാണ് നമ്മൾ പോകുന്നതും. അപ്പം കഴിയുന്നതും വെള്ളമൊക്കെ നല്ലോണം കുടിക്കുക. ചൂട് നാട്ടിൽ ചൂടായതുകൊണ്ട് ഞങ്ങളൊന്ന് ഊട്ടിലോട്ട് കയറിയത്. രാവിലെ നിലമ്പൂർ വഴിയാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. കൂടല്ലൂർ നാടുവാണി ചുരം കയറി അങ്ങനെ പോയി. പക്ഷെ നല്ല സുഖമായിട്ട്, നല്ല റോഡൊക്കെ നല്ല വൃത്തിയായിരിക്കുന്നു. ആദ്യമൊക്കെ നല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു അവിടെ. ഇപ്പം റോഡൊക്കെ നല്ല കണ്ടീഷനായിരിക്കുന്നു, അടിപൊളിയാണ്. നല്ല അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്റ്റേഷൻസിയൊക്കെ കണ്ട് അങ്ങനെ നിലമ്പൂർ അങ്ങനെയൊക്കെ അടിപൊളിയാണ് സംഭവം. നല്ല യാത്രയാണ് കേട്ടോ. അതിലങ്ങനെ കാക്കമാരും താത്തമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു രസം. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാമെന്ന് കുറേ ആയിരുന്നു ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഒറ്റ വെക്കേഷനിലും അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാൻ പറ്റാറില്ല. എന്തെങ്കിലും കാരണം ഓരോരുത്തർക്കും ഉണ്ടാവും. അങ്ങനെ ഇപ്രാവശ്യം കൂടുതലൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ അങ്ങോട്ട് തലേന്ന് തീരുമാനിച്ച് പിറ്റേന്ന് അങ്ങോട്ട് പോയി. ഒരു ഡ്രൈവർ അതിനങ്ങോട്ട് പോയി. നല്ല സംഭവമൊക്കെ പൊളിപ്പനേനും. അങ്ങനെ ഞങ്ങൾ ചുരം കയറിയവരാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ പുറപ്പെട്ട് പിന്നെ കുറേ പോകാനുണ്ടല്ലോ, അതിൻ്റേതായ മക്കൾക്കൊക്കെ ഞങ്ങൾ അവിടെ നിൽക്കാൻ ഒരു ദിവസത്തെ സ്റ്റേ വിചാരിച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തി നോക്കിയപ്പോൾ ഇവിടുന്ന് റൂമിന് ബുക്ക് ചെയ്യാതായിരുന്നു പോയത്. അവിടെ എത്തിയിട്ട് റൂമിന് ബുക്ക് ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഞങ്ങൾക്കൊരമളി പറ്റി. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കാണ് വെക്കേഷൻ്റെ, അതുകൊണ്ട് റൂം കിട്ടാതായി. അങ്ങനെ പിന്നെ തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ നമ്മളെ നാട്ടിലെ ചൂടും ബുദ്ധിമുട്ടും ഒന്നും ഇല്ല കേട്ടോ അവിടെ. ഇപ്പം പോകുന്ന ആൾക്കാർക്കൊക്കെ സുഖം തന്നെയാണ്. പക്ഷേ സ്റ്റേ വേണമെന്നേ ഉള്ളൂ. അവിടെ നിൽക്കണം ഒരു ദിവസം. അന്നപ്പോൾ നല്ല ഭംഗിയാണ്. രാത്രിയൊക്കെ ആവുമ്പോൾ നല്ല തണുപ്പാണ്. ഞങ്ങൾ രാത്രി ആയിരിക്കും തിരിച്ചു പോരുമ്പോൾ. അപ്പോഴേക്കൊക്കെ നല്ല തണുപ്പാണ് അവിടെ. അങ്ങനെ എന്താണെന്നറിയില്ല, ഊട്ടിയിൽ കുറേ പ്രാവശ്യമായി പോകുന്നത്. പക്ഷേ പിന്നെയും ഊട്ടിയിലേക്ക് പോകാനൊരു താല്പര്യം. അവിടുത്തെ ആ ക്ലൈമറ്റും അതൊക്കെ ഭയങ്കര ഒരു രസം തന്നെയാണല്ലോ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റാണല്ലോ അവിടുത്തേത്. പക്ഷേ ഡിസംബർ മാസത്തിലൊന്നും അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം തീരെ പോകാൻ പറ്റുന്നില്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയത് ഡിസംബറിലായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ തണുപ്പ് കൂടുതൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ ടൈമിൽ പോകാം. അങ്ങനെ കിലുക്കം സിനിമയിൽ മോഹൻലാലും രേവതിയും ഓടിയ ആ സ്ഥലത്ത് ഞങ്ങളും എത്തി. കുട്ടികളൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികൾക്ക് കിലുക്കം സിനിമ കാണാത്ത ആൾക്കാർക്ക് കിലുക്കം സിനിമ കാണിച്ചു കൊടുത്ത് ഇതാണ് സ്ഥലമൊന്നും പറഞ്ഞു കൊടുത്ത് അവർ ചോദിക്കുന്നത് ആ ഓടിയ സ്ഥലമാണ്, ഇവിടെ എവിടെയോ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കഴിയും. അതല്ലാണ്ടപ്പം സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ കഴിയില്ലല്ലോ. അങ്ങനെ നല്ല രസമായിരുന്നു. കുറേ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങളത് ഊട്ടിയിലേക്ക് കയറി. ഊട്ടിയിലെത്തിയപ്പം അതൊരു പ്രത്യേക ഫീൽ തന്നെ. ആ ഒരു തണുപ്പ് ആ ഏരിയയിലേക്ക് അങ്ങ് കയറിയപ്പോൾ തന്നെ വെയിലാണെങ്കിലും ചെറിയ തണുപ്പ് ശരീരത്തിലേക്ക് കയറി തുടങ്ങിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അവിടുത്തെ ആ പ്രകൃതി. ആ ചെറിയ കൊച്ചു വീടുകളും. പക്ഷെ അവിടുത്തെ വീടിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ വീടും ഷീറ്റ് മേഞ്ഞ വീടുകളാണ്. അങ്ങനെ ഡെർസ് വാർത്ത വീടുകളായിട്ട് അധികം വീടുകളൊന്നുമില്ല. ചെറിയ കുഞ്ഞു വീട്. പക്ഷെ കാരണം അവിടെ എല്ലാവരും പാവപ്പെട്ട നല്ല കൃഷിക്കാരാണല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ വീട്ടിലാണല്ലോ അവിടെ താമസിക്കാറ്. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയത് അവിടെ വാട്ടർഫാൾസിലാണ്, ഊട്ടി വാട്ടർഫാൾസ്. പക്ഷേ അവിടെ ഞങ്ങൾ പോയി നോക്കിയപ്പം ചെറിയൊരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. വെള്ളമെല്ലാം വറ്റിയിരിക്കുന്നു വേനലായതുകൊണ്ട്. പക്ഷേ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും പ്രത്യേകമായിട്ട് അവിടെ ഒന്നും കാണാനില്ല. പ്രകൃതി ചെറിയൊരു നീരൊഴുക്കും അത്രേ ഉള്ളൂ. വലിയ വെള്ളച്ചാട്ടമൊന്നും ഇല്ല ഞങ്ങൾ പോയ ടൈമിൽ. പക്ഷേ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് പറഞ്ഞവർ. പക്ഷേ അവിടെയൊക്കെ നല്ല ഏരിയയാണ്, മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഞങ്ങളാരും കണ്ടില്ല കേട്ടോ. നിങ്ങളൊക്കെ പോകുമ്പോൾ നോക്കുക, കുറച്ചുകൂടെ വേനൽ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതേക്കും ഒന്നുകൂടെ നന്നാവുക. അപ്പം പിന്നെ കുറച്ച് എല്ലാം കാണാൻ പറ്റിയൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആവും അവിടെ. ഈ വെയിലാണേ ഭയങ്കര ബുദ്ധിമുട്ടും. പിന്നെ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി പോകണം ഈ വാട്ടർഫാൾസ് കാണാൻ. അങ്ങനെ ഞങ്ങൾ കൂടെയുള്ള കുറച്ച് ആൾക്കാർക്കൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ കടന്നു. ഞങ്ങളെല്ലാവരും കുറച്ച് ടീംസ് ഇറങ്ങി അങ്ങനെ പോയി. വെള്ളസ്ഥിതിക്ക് എന്തായാലും വാട്ടർഫാൾസ് ഇതുവരെ അവിടെ പോയിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ പോകാമെന്ന് കരുതി വാട്ടർഫാൾസൊക്കെ കണ്ട് സംഭവമൊക്കെ ഉഷാറാണ്. പക്ഷേ കുറച്ചുകൂടെ വേനൽ കഴിഞ്ഞിട്ടാവാന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്, വെയിലുണ്ട്. അങ്ങനെയാണ് അവസ്ഥ.
കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അതാണല്ലോ മുഖ്യമായിട്ട് പോയാലുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോഴേ, കുറേ വീഡിയോസും ഫോട്ടോസും അതൊക്കെ. പിന്നെ പൊട്ടറ്റോൻ്റെ സംഗതി വേണമെന്ന് പറഞ്ഞു ഫാത്തിമ. അങ്ങനെ ആ മോക്ക് അത് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഈ പൊട്ടറ്റോ ഉണ്ടാക്കി തന്ന ആൾ, ഇതിൻ്റെ ഓണർ തിരുവനന്തപുരമുള്ള ആളാണെന്ന് പറഞ്ഞു. അതിന് അവരുമായിട്ട് കൂടുതൽ അടുത്ത നല്ല സംസാരം, അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ഒരു ഷൂട്ടിങ്ങും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്ഥലത്ത് പോയി. അവിടെ നിന്ന് പക്ഷേ പച്ചപ്പൊന്നും ഇല്ലായതുകൊണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. പിന്നെ അതാ പോകുന്ന വഴിക്ക് നിറച്ചും കുതിരകളാട്ടോ. അവിടെ നല്ല കുതിര സവാരി ഉണ്ടാവാറുണ്ട്, എല്ലാ ഭാഗത്തും കുതിര സവാരി. പക്ഷേ ഞങ്ങൾ അവിടെ കയറിയിട്ടില്ല, കാരണം ഞങ്ങളെ ബീച്ചിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ടീ ഫാക്ടറിയിലാണ് കയറിയത്, ചായപ്പൊടി ഉണ്ടാക്കുന്ന. അവിടെ കയറി പ്രത്യേകമായിട്ടൊന്നും കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോഴൊക്കെ അവിടെ ടൈം കഴിഞ്ഞ് പോയിക്കുന്നു. പിന്നെ അവിടെ നിന്ന് നല്ല ഒരു ചായ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെതാ കുറേ. പിന്നെ അത് കഴിഞ്ഞേരെ പിന്നെ പോകുന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. പക്ഷേ ഞങ്ങൾ അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടൊന്നുമില്ല, വാങ്ങിച്ചതൊക്കെ പുറത്തുനിന്നാണ്. അതിൻ്റെ മുന്നേ തന്നെ കുറച്ച് വാങ്ങിച്ച്. പിന്നെ ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ പിന്നെ ഇവിടെ സെയിലൊക്കെ ഉണ്ട്. ടേസ്റ്റിയാണ്, നമുക്ക് അവിടെ ടേസ്റ്റ് നോക്കാനൊക്കെ തന്നിരുന്നല്ലേ. ഇത് അതിൻ്റെ താഴത്തെ നിലയിലാണ്. അവിടെ ഏതാ ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ ജാക്കറ്റ് അതൊക്കെ സെയിലിനുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെ വാങ്ങിക്കാനൊന്നും നിന്നിട്ടില്ല. ഫാക്ടറിൻ്റെ അടുത്തൊരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷെ അവിടെ നിന്നാൽ അതാ ഊട്ടിയിലെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കാണാം. അത് ടീ ഫാക്ടറി ഒരു ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാൽ ചെറിയ ചെറിയ കുടിൽ പോലെ ചെറിയ ചെറിയ വീടുകൾ തന്നെ നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാൻ. ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. ബോട്ടാണിക്കൽ ഗാർഡനിൽ എത്തുമ്പോഴേക്ക് തന്നെ ഒരുപാട് ടൈം ആയിരിക്കുന്നു. ബോട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോകണം, കുറേ ടൈം എടുക്കും കാണാനുള്ള സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് എല്ലാ സ്ഥലത്തും പോയി അവിടെ എത്തുമ്പോഴേക്കും. പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ അടുത്ത ആഴ്ച തൊട്ട് ഫ്ലവർ ഷോ ആണ്. അടുത്ത ആഴ്ച തൊട്ട് അവിടെ ഫ്ലവർ ഷോ തുടങ്ങുക. അതുകൊണ്ട് ഇ പാസ് വരുന്നുണ്ട്, അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഭയങ്കര തിരക്ക് കൂടും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ഇപ്പം തന്നെ പോകുന്നത്. ഇപ്പം തന്നെ ഭയങ്കര തിരക്കാണ് അവിടെ.
സ്ഥലങ്ങളുണ്ട് അവിടെ. നല്ല ഭംഗിയാണ്, നല്ല സ്റ്റൈല്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഊട്ടിയിൽ പോയിക്കുന്നു. അന്ന് ഡിസംബറിലായപ്പോൾ ഭയങ്കര തണുപ്പുള്ള ടൈമായിരുന്നു. പക്ഷേ ഇപ്പം തണുപ്പൊന്നുമില്ല, വെയിൽ തന്നെയാണ്. എന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല തണുപ്പാണ്. ഞങ്ങൾ പോകുന്ന ടൈമിൽ നല്ല തണുപ്പാണ്. തണുപ്പിൽ ആ ചെടികൾ വളരുള്ളൂ. അവിടെ ഭയങ്കര ഭംഗിയാണ്. ആ ബോട്ടാണിക്കൽ ഗാർഡനിൽ ആ ചെടികൾ കാണാൻ സ്റ്റൈലാണ്. ഏകദേശം 7 മണിയൊക്കെ ആവും. നല്ല തണുപ്പുമാണ്. പിന്നെ ഞങ്ങൾക്ക് അധികം അവിടെ നിൽക്കാനുള്ള ടൈമില്ലാതായി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള ഒരുക്കത്തിലായി. അവിടെ ായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ റൂം കിട്ടാത്തൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ പോരുന്ന വഴി രാത്രി ആയപ്പോൾ പിന്നെ പച്ചക്കറി, ക്യാരറ്റ്, ബീട്രൂട്ട് അതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ആണല്ലോ അവിടുത്തെ കൃഷികൾ. അവിടെ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. റേറ്റ് ഉണ്ട് നല്ല. പക്ഷെ കാണാനൊരു പ്രത്യേക ഭംഗി ക്യാരറ്റൊക്കെ. ആ വാടാർമല്ലി അതൊരു സംഭവം തന്നെ, ഒരു പ്രത്യേക ഭംഗിയാണ് ആ വാടാർമല്ലിക്ക്. അത് വാങ്ങിച്ചു. രാത്രിയായപ്പോ റോഡിലൊക്കെ ഭയങ്കര തിരക്ക്, എല്ലാവരും തിരിച്ചു പോകുന്ന തിരക്കാ. ഒരു 1-2 ഫാമിലിയൊക്കെ ഞങ്ങൾ അന്വേഷിക്കും. എല്ലാവരും പറയുന്നത് 1 ഡേ ട്രിപ്പ് മതി. പിന്നാണ് തണുപ്പുണ്ടെങ്കിൽ രാത്രി അവിടെ നിൽക്കണം. പക്ഷെ അതില്ലാത്തത് കൊണ്ട് അത്രേ ഉള്ളൂ അവിടെ നിന്നാന്ന്. അങ്ങനെ ഞങ്ങളും തിരിച്ചു പോകാനാന്ന് തന്നെ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന്. ഞങ്ങൾ 2 മണിയൊക്കെ ആകുമ്പോഴേക്കും 2-2:30 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അടിപൊളിയായിരുന്നു ട്രിപ്പ്. എന്തായാലും അടിപൊളിയായിരുന്നു.